ജീവിതം ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെ പടം നല്ല ഓട്ടം ഓടുന്നുണ്ട്. ഇടക്കൊക്കെ നടക്കുന്നുണ്ട്. ഇടക്ക് നടന്നു കൊയങ്ങുമ്പോ പടം ഓടുന്നുണ്ട്. ബ്ലസി സംവിധാനം ചെയ്ത് സൂപ്പർ സ്റ്റാർ രാജുവേട്ടൻ അഭിനയിച്ച സൂപ്പർ ഹിറ്റ് പടം എന്ന് പറയപ്പെടുന്ന ആട് ജീവിതത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ള കുറച്ച് വാക്കുകൾ. പടം കണ്ടു. ഇന്നലെ രാത്രിയാണ് കണ്ടത്. പടത്തിനെ കാണാൻ പോയപ്പോ വലിയ ആകാംക്ഷയായിരുന്നു. പടം എങ്ങനെ ഉണ്ടാകും, സൂപ്പർ ഹിറ്റ് പടമാണ് എന്നൊക്കെ പല ആളുകളും ഓൺലൈൻ മാധ്യമങ്ങളിൽ ഇരുന്ന് നന്നായിട്ട് തള്ളുന്നുണ്ട്. ഞാൻ പറയുന്നത് എന്റെ മാത്രം അഭിപ്രായമാണ്. ഒരു പക്ഷേ ചിലപ്പോ നിങ്ങൾക്ക് ആ അഭിപ്രായത്തോട് ഒരിക്കലും യോജിപ്പുണ്ടാവില്ല. ഇത്ര കൂറ പടം പടുത്തൊന്നും കണ്ടിട്ടില്ല. 16 കൊല്ലെടുത്ത് ചെയ്ത പടാണ്. പൃഥ്വിരാജ് 30 കിലോ കനം കുറച്ചോ. ബ്ലസിന്റെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയ ഒരു സിനിമ. കണ്ട സ്വപ്നം വലിയതായിരുന്നു ഈ സിനിമയെ കുറിച്ച്. എന്ത് പടാടത്, എന്ത് പടം. ഒരു കാർട്ടൂൺ കാണുന്ന ഫീലിങ്സിൽ അങ്ങനെ കണ്ടാൻ തീർത്ത് ഞാൻ. ഏതായാലും പൈസ കൊടുത്ത് കയറിയതല്ലേ. ഇനി ഈ പടത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ തുടങ്ങണോ ഒരു എയർപോർട്ടിന്റെ അകത്ത്. എയർപോർട്ടിൽ നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് പടം അങ്ങനെ നീങ്ങി തുടങ്ങുകയാണ്. കാര്യമായിട്ട് വലിയ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇല്ലടോ. 60 കോടി എന്നൊക്കെ പറയുന്നുണ്ട്. 60 കോടിക്കൊക്കെ ഇതിൽ എന്തേ. ഏതായാലും സീരിയലിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ. ഫസ്റ്റ് ഹാഫ് വരെ പടം ഇങ്ങനെ പറക്ക് ലേഖൊന്നും തീരല്ല കേട്ടോ. ലേഖയില്ല. ഫസ്റ്റ് ഹാഫ് തുടങ്ങുമ്പോ തന്നെ സുന്ദരനും സുമുഖനുമായ പൃഥ്വിരാജിന്റെ നല്ല തുടുതുടുത്ത ശരീരങ്ങൾ കൊണ്ട് പടം ഇങ്ങനെ നീങ്ങി തുടങ്ങുകയാണ്. അങ്ങനെ ഒരു അറബി വരുന്നു എയർപോർട്ടിൽ. അറബി ഒരു നായ്ക്കുർക്കനിൽ കയറ്റുന്നു. റോട്ടിലൂടെ അങ്ങനെ പോകുന്നു. കൂടെ മറ്റേ പൃഥ്വിരാജിന്റെ ഒരു ഫ്രണ്ട്സും ഉണ്ട്. അങ്ങനെ പോയി 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 ഒരു 10 മിനിറ്റ് വണ്ടി അങ്ങനെ ഓടി 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 അവസാനം ഒരു ആട്ടി ഫാമിൽ ചെന്ന് എത്തുകയാണ്. ഫാം എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു 4 കമ്പിയിലൊക്കെ പാടെ ചുറ്റി കെട്ടിക്കാണ്. കമ്പിയിൽ വടി എത്തിക്കാണ്ടുള്ള ഒരു ഫാം. അവിടെ പൃഥ്വിരാജിന്റെ ഒപ്പമുള്ള സുഹൃത്തിനെ ഇറക്കുന്നു. വീണ്ടും ഈ ഒരു വണ്ടിയുമായി മരുഭൂമി കൂടെ രാവും പകലും കൊഞ്ഞ് വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഓടി 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 നേരെ വീണ്ടും ഒരു ആട്ടിൻ പറ്റങ്ങളെ മേൽക്കുന്ന മരുഭൂമിയുടെ അകത്ത് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു സ്ഥലത്തെത്തും. ആ സ്ഥലം കാണുമ്പോ മരുഭൂമിന്റെ കിലോമീറ്റർ അകത്ത് നിന്നും തോന്നുന്നില്ല, എന്നാലും പറയാം അതിന്റെ ഉള്ളിൽ തന്നെ. അങ്ങനെ പൃഥ്വിരാജ് അവിടെ പൃഥ്വിരാജിനെ വണ്ടിയിൽ നിന്നും ചവിട്ടി ഇറക്കുന്നു. നേരെ ആട്ടും കൂട്ടത്തിന്റെ അകത്തേക്ക് കയറ്റുന്നു. അങ്ങനെ പൃഥ്വിരാജ് ഇങ്ങനെ ആടുകളൊക്കെ മേയ്ക്കാൻ തുടങ്ങുന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കൊണ്ട് നടക്കാൻ തുടങ്ങുന്നു. റൊട്ടി കൊടുക്കുന്നു, കഴിക്കുന്നു. വീട്ടിൽ നിന്നും കൊണ്ടുവന്ന മാങ്ങ അച്ചാർ ടേസ്റ്റ് നോക്കുന്നു. മാങ്ങ അച്ചാർ കഴിക്കുന്നു. അറബിന്റെ അടുത്തുനിന്ന് ചാട്ട ഊരി അറബി ആഞ്ഞടിക്കുന്നു. അറബി പൊളി അഭിനേട്ടാ. അറബി വേറെ റേഞ്ചാണ്. അറബിന് ലുക്ക് ഉണ്ട്. അറബി ഒരു അറബിൻ്റെതായ ലുക്ക് ഉണ്ട്. പിന്നെ അങ്ങനെ പടം നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. പെട്ടെന്ന് പൃഥ്വിരാജ് ഒരു 30 കിലോ അങ്ങോട്ട് കുറയുന്നു. അങ്ങനെ പടം അങ്ങനെ നീങ്ങി 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 അങ്ങനെ പൃഥ്വിരാജ് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇവരെല്ലാവരും കല്യാണത്തിന് പോയ സമയത്ത് ഓടി രക്ഷപ്പെടുന്നു. വീണ്ടും അയാളെ കൊണ്ട് പിടിച്ച് അങ്ങോട്ട് തന്നെ കൊണ്ടുപോകുന്നു. പക്ഷെ എന്താ ഇപ്പോഴോ ഒരു തല്ലില്ല, ഒരു എന്റർടൈൻമെന്റ് ഇല്ല, ഒരു കോമഡി ഇല്ല, ആകെയുള്ളത് മരുഭൂമി കൂടി ഇങ്ങനെ ഓടുക, മരുഭൂമി കൂടി ഇങ്ങനെ നടക്കുക. ഇതന്നെ. പൃഥ്വിരാജ് ഇവിടുന്ന് രക്ഷപ്പെടുന്ന സമയത്തുണ്ട് ഒരു ചുഴലിക്കാറ്റ് വരാൻ. കുറച്ചിങ്ങനെ ഓടി ഓടി കുറച്ചിങ്ങനെ മരുഭൂമി കൂടി ഇങ്ങനെ ഓടി 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 കഴിയുന്ന സമയത്ത് ഒരു ചുഴലിക്കാറ്റ് വരാം. ചുഴലിക്കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പണ്ടടിച്ചില്ല സുനാമി, ആ സുനാമിന്റെയും മേലുള്ള ചുഴലിക്കാറ്റ്. പക്ഷെ അതല്ലടോ ഞാൻ ചിന്തിക്കണേ, അത്രയും വലിയ ചുഴലിക്കാറ്റ് വന്നിട്ടും വീണ്ടും ഇവിടെ ധാർട്ട റോഡ് കാണുന്നു. അതാണ് എന്നെ അനുഭവപ്പെടുത്തിയത്. അതൊരു പൊളി സാധനം തന്നെ. പടം കണ്ടവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതൊരു ലോജിക്കും കിട്ടി. പിന്നെ ഓരോ കൂറപ്പാട്. പിന്നെ പടം ഓടാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നജീബിന്റെ ഒറിജിനൽ അനുഭവം. പ്ലസ് 19 കൊല്ലം 16 കൊല്ലം എടുത്ത് ചെയ്തു. പൃഥ്വിരാജ് ഇത്ര കിലോ കുറച്ചു എന്നൊക്കെ പറയുമ്പോ ആൾക്കാർക്കും ഇതൊന്നും കാണാനൊരു ആകാംക്ഷ. അതന്നെ മെയിൻ. പിന്നെ അതിലൊരു പാട്ടുണ്ട്, വെരിയോനെ റഹ്മാനെ. പാട്ട് പൊളി, സമ്മതിച്ചു. അതിന് മുന്നൊരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു, അത് അത്ര അങ്ങോട്ട് പോരാ. പക്ഷെ പെരിയോനെ റഹ്മാനെ എന്നുള്ള പാട്ട് ഒരു 4-5 മിനിറ്റൊക്കെ ഇടായിരുന്നു. കുറെ നടത്തൊക്കെ കുറച്ചിട്ട് ഒരു 4-5 മിനിറ്റ് പാട്ടൊക്കെ ഇടായിരുന്നു. ആ പാട്ടൊന്നുമില്ലടോ. കജ്ജാ നേരത്തെ ഇങ്ങനെ ബ്ലസ് ചെയ്യുന്ന എഴുതി കാട്ടുന്ന സമയത്താണ് വെരിയോനെ റഹ്മാനെ പറഞ്ഞു. പക്ഷെ ആ പാട്ടിന് എത്ര ഹൈപ്പൊക്കെ കൊടുത്തു തന്നിട്ടും ആ പാട്ടതിൽ വരെയൊക്കെ കാണിച്ചിട്ടില്ല. അതാണ് എന്നെ ഒരു സങ്കടപ്പെടുത്തിയത്. പിന്നെ എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രംഗം വെച്ച് കഴിഞ്ഞാല് ഒരു നെല്ലിന്റെ അവിടെ നിന്നുണ്ടൊരു സംഭവം ഇങ്ങനെ വരുന്നു. അതായത് പോയി കൂടി ഇങ്ങനെ മണലേക്ക് ഇങ്ങനെ വന്നിട്ട് പിന്നെ പോയ അങ്ങനെ പോകുന്നുണ്ട്. ക്യാമറന്റെ ഒരു കളി, അത് അടിപൊളി. പിന്നെ ഇങ്ങനത്തെ അറബികളൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പറയാൻ പറ്റൂല. എന്തായാലും ചിലപ്പോൾ ഉണ്ടായിക്കൂടായില്ല. മൊത്തത്തിൽ സിനിമയെ പറ്റി പറയാൻ വെച്ചെങ്കിൽ 5 മണി മുതൽ 6 മണി വരെ ശനി ഞായർ ദിവസങ്ങളിൽ
6 മുതൽ 8 വരെയുള്ള കുട്ടികൾക്കുള്ള ഒരു കാർട്ടൂൺ. 16 കൊല്ലൊക്കെ എടുത്ത് ജഞ്ചിതിലേറെ സെറ്റപ്പാക്കായിരുന്നു. പക്ഷെ പറഞ്ഞത്ത പാവമൊന്നുമില്ല. പിന്നെ ഇടക്കൊക്കെ ഒന്ന് പൃഥ്വിരാജ് പോയിട്ട് നമ്മളെ സിയാബ് ചോറ്റൂര് പ്ലേറ്റ് കയറി പോയ മാറി ഇടക്കൊന്ന് പൃഥ്വിരാജ് ഒന്ന് മാറിയെന്നൊരു സംശയം. ആ ഒരു മുടിയും താടി ഇതൊക്കെ പാട് വരുന്നത് അതായത് ഒരു പൃഥ്വിരാജിന്റെ ഒരു ലുക്ക് കിട്ടണില്ല. അതൊരു ചിന്തിക്കാണ്ട് കണ്ട ആൾക്കാരൊക്കെ ഒന്ന് കമന്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ കാര്യമായിട്ട് വിസല് എന്ന് പറയാ ഈ മരുഭൂമിയല്ലേ, ഇവിടെ ഒരു കുന്തില്ല, ഇങ്ങനെ പരന്ന് കിടക്കല്ലേ മരുഭൂമി. ആക്ച്വലി പേഴ്സണലി എനിക്ക് ആ സിനിമ 10 കായ്ക്ക് പറ്റിയില്ല. എന്നാലും ഒരു 16 കൊല്ലൊക്കെ എടുത്ത് ചെയ്യാന്ന് പറയുമ്പോ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷ. ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ മയങ്ങാൻ പോകും. പക്ഷെ പാട്ടൊന്നും ഇല്ലടോ. പാട്ടൊക്കെ 4 വോയിസ് മാത്രം. പെരിയാനൻ റഹ്മാനേ അതന്നെ ഉള്ളു, വേറെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഇടയിലൊന്നും ഇങ്ങനെ പാട്ടൊന്ന് ഓണാക്കിയിട്ട് അപ്പം തന്നെ ഓലൊന്ന് ഓഫാക്കി പോകും, വേറെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ മേക്കപ്പിനെ കുറിച്ച് പറയുകയാണെച്ചെങ്കിൽ അത്രക്ക് കറുപ്പ് മാണ്ടില്ല, അതിന് കുറച്ചൊക്കെ വെളുക്കാനും കുറച്ച് കറുപ്പ് ഏറിപ്പോയി. ആ ഒരു മുടിയും താടിയൊക്കെ വളർത്തിയിട്ടുള്ള ആ ഒരു ഇൻ്റെ മാതിരി കൂറ ലുക്കണം. ഇതിൻ്റെ അത്ര അല്ല, ഞാൻ ഇതിലേറുണ്ട്. പക്ഷെ അത് അത്രക്കാണ് കറുപ്പിച്ചണ്ടില്ല, അതിന് കുറച്ച് വെളുപ്പിച്ചതിന്. പിന്നെ കുറെ റിവ്യൂവർമാരൊക്കെ റിവ്യൂ പറഞ്ഞേക്കണോ എത്ര ലക്ഷം കിട്ടി നല്ല കായ് കിട്ടി. അല്ലാതെ അങ്ങനെ റിവ്യൂ പറയാൻ പറ്റുന്നു എനിക്ക് തോന്നില്ല. കുറെ ആൾക്കാരുടെ കണ്ടു നല്ല സൂപ്പർ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ റിവ്യൂ. ഞാൻ പിന്നെ പൈസ വാങ്ങാത്തോണ്ട് എനിക്ക് ഒറിജിനൽ പറയാൻ പറ്റുള്ളൂ. കണ്ട ആൾക്കാരുടെ അഭിപ്രായം കേട്ടോ. ഞാനും കണ്ടോ നിങ്ങൾ പേഴ്സണലി അഭിപ്രായം കമന്റ് അടിച്ച് അപ്പൊ മനസ്സിലാക്കാലോ. എന്തായാലും നിങ്ങൾ പടം പോയി കാണണം. അതൊരു പിന്നെ ഒരു വ്യത്യസ്ത എക്സ്പീരിയൻസ് ആണ്. 2-2.5 മണിക്കൂറൊക്കെ തള്ളി നീക്കണ്ട. പിന്നെ ഞാൻ പടം കണ്ടോണ്ടിരിക്കണം, എൻ്റെ പുറത്തുള്ള ഉറങ്ങി. സത്യത്തിൽ ഇനിയിപ്പോൾ അവിടുത്തെ CCTV ഒക്കെ അങ്ങ് കാണാൻ വേണ്ടി പറ്റും.